ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഓൾറെഡി തമ്മിലും കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബീഫ് വെന്താലു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പോലും നമ്മൾ സാധാ ബീഫ് കറി കഴിക്കുന്ന പോലെയല്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ചെറിയ പുളിയും മധുരവും എരിവും ഒക്കെ കൂടി ചേർന്നിട്ടൊരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ താരം എന്ന് പറയുക, അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിനീഗറാണ്. അപ്പോൾ വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിക്കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ബീഫ് വെന്താലു ഉണ്ടാക്കിയെന്ന് നോക്കാം. ഒരു കുക്കർ സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഒരു ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുഴുവൻ മല്ലി ഒരു 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്മെല്ല് കുറച്ചും കൂടി നിൽക്കുന്നത് നല്ലതാണ്. 1/2 ടീസ്പൂൺ ഉലുവ, ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 കറിയാമ്പൂവ്, 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടൊന്ന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരണം. അപ്പൊ ചെറുതായി ഇപ്പൊ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമില് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു പകുതി മൂപ്പായതിനു ശേഷമാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. മസാല ചൂടാറി വരുന്ന ടൈമിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും 6 അല്ലി ചുവന്നുള്ളിയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മിക്സിയുടെ പൾസ് ബട്ടണിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കൂടി ഇട്ടൊന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കട്ടെ. പൾസ് ബട്ടണിൽ ഇപ്പൊ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂൺ കൊണ്ട് ആയ കാരണമാണ് കൂടുതൽ പ്രാവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വിനീഗർ, വൈറ്റ് വിനീഗർ ആണ്. അപ്പൊ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ആദ്യം ഒഴിച്ചിട്ടുള്ളത്. അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തപ്പോ ഒന്നും കൂടി അരയാനുണ്ട്. അപ്പൊ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നീക്കി വെക്കാം. കുക്കർ വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ നമ്മൾ മസാല ഉണ്ടാക്കി അതേ കുക്കറിലേക്കാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തത്. അതിലേക്ക് നമ്മൾ ഒരു സവോള, അതായത് കുഞ്ഞ് സവോളയാണെങ്കിൽ ഒരു സവോള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവോളയാണെങ്കിൽ അതിന്റെ ഒരു പകുതി മതി. അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് നീളത്തിൽ കട്ട് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സവോളയൊക്കെ ഗോൾഡൻ കളറായി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മാറ്റിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഓയിലിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫിലേക്കും അതുപോലെ തന്നെ സവോളയിലേക്കും ഒക്കെ ആവശ്യമുള്ള ഉപ്പാണ്. അപ്പോൾ നേരത്തെ തന്നെ സവോള വാടുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവോള പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പില്ലേ, മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്തെടുത്തതിന് ശേഷം ഇത് നന്നായി മൂത്ത് വരണം. അപ്പൊ അതിന് ശേഷം നമ്മുടെ ഓയിലൊക്കെ തെളിഞ്ഞു വരണം. അതുവരയ്ക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ.
മസാല ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുതായി ഓയിലൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വിനീഗർ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ കഴുകിയെടുത്തത്. അപ്പോൾ നമ്മുടെ ആ ചോരയുടെ അംശമൊക്കെ ഫുള്ളായിട്ട് മാറി കിട്ടും. അങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ ആ കഴുകിയെടുത്തിട്ട് സ്റ്റെയിൻ ചെയ്തെടുത്ത ബീഫാണ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി മസാലയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ബീഫ് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല. എന്നാൽ പോലും ഞാനിപ്പോൾ ഈ മസാലയൊക്കെ ഉള്ള കാരണം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കുക്കർ അടച്ചു കൊടുക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 4 വിസിൽ വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലടിച്ചു. ഇപ്പൊ അതിന്റെ പ്രഷറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തെടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുറുക്കുറു ഗ്രേവി ആയിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്കതൊരു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഒരു വലിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരവും പുളിയും എരിവും എല്ലാം കൂടി ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് ഈ വെന്താലു, ബീഫ് വെന്താലുവിന്. അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. ഞാൻ ഇപ്രാവശ്യം ഗീ റൈസിന്റെ കൂടിയാണ് ഈ ബീഫ് വെന്താലു കഴിക്കാൻ പോകുന്നത്. അപ്പൊ അത് കാരണം ഈ ഒരു തിക്നെസ്സിൽ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ സബോള വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ആ ചൂടോടൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും കൂടിയും കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വെന്താലും ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുന്ന പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയ പുളിയും മധുരവും എരിവും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാ ബീഫ് കറി കഴിക്കുന്ന പോലെയല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ, ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.